ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മട്ടൻ്റെ ബോട്ടി കറിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ബോട്ടി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ക്ലീൻ ചെയ്ത്. നമുക്ക് നേരെ ബോട്ടി ക്ലിയർ ആക്കാം. അതിന് മുമ്പ് നമുക്കിതിനെ ഒന്ന് നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉള്ളിയും മസാല ഒക്കെ ഇട്ടിട്ട് നേരത്തെ നമുക്ക് നേരെ അടുപ്പിലോട്ട് നമുക്ക് കഴുകി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ ഉള്ളി, തക്കാളി, ഇഞ്ചി, ഉപ്പ്, മുളക്, ശകലം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ പുഴുങ്ങുന്നുണ്ട് കേട്ടോ. ഇത് വേവിച്ചെടുക്കണം. ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോവാം. അതിലേക്ക് ഞാൻ വേണ്ടത് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം. ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിലോട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള നമുക്കൊന്ന് വാട്ടണം. ശകലം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. ഒരു ബ്രൗൺ കളറിൽ വാടി വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി നമുക്ക് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് ലൈനായി വരണം. അപ്പോൾ ഏകദേശം ലൈനായിട്ടുണ്ട്. നമുക്കിനി മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് കാശ്മീരി മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടെ ഇട്ട് ഞാൻ മസാല ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ടൊമാറ്റോ പേസ്റ്റ്, അതായത് തക്കാളി പേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ ഇടാം, ഞാൻ കുറച്ച് ഇടുന്നുണ്ട്. അപ്പം ഞാൻ നമുക്ക് പുഴുങ്ങി വെച്ച കുടൽ ഞാൻ അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ബോട്ടി കുറച്ച് തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. തക്കാളി പേസ്റ്റ് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാനിവിടെ ഇടുന്നുണ്ട്, ഞാൻ കുറച്ച് ഇട്ടുന്നേ ഉള്ളൂ ടേസ്റ്റിന് വേണ്ടി. ഒന്ന് ലൈനായി കിട്ടണം. ഉപ്പ് പാകത്തിന് ഇട്ടാൽ മതി. ഞാൻ നേരത്തെ പുഴുങ്ങിയപ്പോൾ ഉപ്പിട്ട്, ഉള്ളിയിലും കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പ് നോക്കി നമുക്ക് പാകത്തിനിടാം. അപ്പോൾ നമ്മുടെ ബോട്ടി ഏകദേശം ശരിയായിട്ടുണ്ട് കേട്ടോ. ബോട്ടി റോസ്റ്റ് എന്ന് വെച്ചാൽ കറി പരുവം, കുബ്ബൂസ് ഒഴിക്കാൻ കണക്കാക്കി. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ബോട്ടി കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യും കേട്ടോ.